അതല്ലേ ഇത് വന്നിട്ട് എൻ്റെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സെർലാക്കാണ്. അപ്പോൾ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂങ് ദാൽ എടുക്കുന്നുണ്ട്. അതുപോലെ മക്കാന നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മതി, ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. പിന്നെ പിസ്ത എടുക്കുന്നുണ്ട്, വാൾനട്ട്, ആൽമണ്ട്, ഡേറ്റ്സ് ഇതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു മൂങ് ദാലിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കണേ. ഞാനപ്പോൾ അത് ഇതുപോലെ കുറച്ച് വലിയ ഹോൾസ് ഉള്ളൊരു അരിപ്പ് എടുക്കുന്നുണ്ട്. അതിനുള്ളിലേക്ക് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വെള്ളം ഡ്രെയിൻ ആയി പൊക്കോളും. ഇനിയിപ്പോൾ നമ്മുടെ ഡേറ്റ്സിനൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നതിന് നട്ട്സിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് നമ്മുടെ മൂങ് ദാലിനെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കുക്കറിൽ പരിപ്പ് വേവിച്ചിട്ട് നട്ട്സ് പൗഡർ ആഡ് ചെയ്തിട്ടും ചെയ്തെടുക്കാം. ഞാൻ പിന്നെ ഇതിനൊരു സെർലാക്ക് പോലെ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ദാല് റോസ്റ്റായി വന്നപ്പോൾ നട്ട്സും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും എന്തുമാത്രം റോസ്റ്റായി വന്നിട്ടുണ്ടെന്ന്. പിന്നല്ലേ നിങ്ങൾക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഗീ ഇപ്പോഴും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കുക്ക് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓണാക്കിയാൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വേഗം അത് അടുക്കി പിടിക്കും. പിന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളിതിനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തിളയ്ക്കുമ്പോൾ ഒക്കെ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കും. ഈ ഒരു ടെക്സ്ചറൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് പുറത്തിരുന്നൊന്ന് തണുക്കുമ്പോൾ ആ ഒരു തിക്നെസ്സിൽ വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. കൊള്ളാമോ? പൊന്നു എന്തേ തെങ്ങ് 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 എവിടെയാണോ തെങ്ങ്? ഇതെന്താ പ്രേതോ?